എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ ടെസ്റ്റ് പോയിന്റുകൾ എങ്ങനെ പ്രദർശിപ്പിക്കാമെന്നും UPSലെ വോൾട്ടേജുകൾ പരിശോധിക്കാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് 1. UPSന്റെ വിവിധ ടെസ്റ്റ് പോയിന്റുകളിൽ വോൾട്ടേജ് അളക്കാൻ കഴിയും. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ടൂളുകൾ, എക്വിപ്മെന്റുകൾ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ 1 നമ്പർ, സേഫ്റ്റി ഗ്ലവ്സ് 1 സെറ്റ്, ബാറ്ററിയും നിർദ്ദേശ മാനുവലുമുള്ള UPS 1 സെറ്റ്. പ്രൊസീജിയർ: ടാസ്ക് 1. മെയിൻ ഇൻപുട്ട് സപ്ലൈയിലെ വോൾട്ടേജിന്റെ അളവ്. ശ്രദ്ധിക്കുക, ഈ ടാസ്ക് ആരംഭിക്കുന്നതിന് മുൻപ് AC മെയിൻ സപ്ലൈയിൽ നിന്ന് പവർ കോഡ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 1. മൾട്ടിമീറ്റർ ഓണാക്കി AC വോൾട്ടേജ് അളക്കാൻ സജ്ജമാക്കുക. UPSലേക്ക് ഇൻപുട്ടായി കണക്ട് ചെയ്യേണ്ട 3-പിൻ AC ഔട്ട്ലെറ്റ് സോക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 2. സോക്കറ്റിന്റെ ഓപ്പണിംഗുകളിൽ പ്രോബുകൾ കണക്ട് ചെയ്യുക. ബ്ലാക്ക് പ്രോബ് ന്യൂട്രലിൽ സ്പർശിക്കണം. അതേസമയം ചുവന്ന പ്രോബ് ലൈവ് ഹോട്ട് ടെർമിനലിൽ സ്പർശിക്കണം. സ്റ്റെപ്പ് 3. പരസ്പരം സ്പർശിക്കാതെ സോക്കറ്റിനുള്ളിലെ കണ്ടക്ടറുമായി പ്രോബുകൾ നല്ല ബന്ധം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. മൾട്ടിമീറ്ററിന്റെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വോൾട്ടേജ് റീഡ് ചെയ്ത് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ഒരു സാധാരണ ഗാർഹിക ഔട്ട്ലെറ്റ് സാധാരണയായി 240 വോൾട്ട് AC നൽകുന്നു. സ്റ്റെപ്പ് 5. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് അളക്കുക. കൂടാതെ മൾട്ടിമീറ്റർ 220 വോൾട്ടേജ് റീഡിംഗ് കാണിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അതുപോലെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ന്യൂട്രൽ, എർത്ത് എന്നിവയ്ക്കിടയിലുള്ള വോൾട്ടേജ് അളക്കുക. മൾട്ടിമീറ്റർ 5 വോൾട്ടിൽ കൂടുതൽ കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. സീരിയൽ നമ്പർ 1. നെയിം ഓഫ് ദ ടെസ്റ്റ് പോയിന്റ്. AC ഇൻപുട്ട് സപ്ലൈ. വോൾട്ടേജ്. റിമാർക്സ്. Number 2. Transformer secondary. Number 3. Rectifier output. Number 4. Battery voltage. Number 5. UPS output. Task 2. ട്രാൻസ്ഫോർമർ ടെർമിനലുകളിലെ വോൾട്ടേജുകളുടെ അളവ്. സ്റ്റെപ്പ് 1. UPSന്റെ കവർ ഉചിതമായ സ്ക്രൂ ഡ്രൈവറുകൾ ഉപയോഗിച്ച് അഴിച്ചുമാറ്റുക. സ്റ്റെപ്പ് 2. UPSന്റെ പവർ കോഡ് പ്രധാന AC ഇൻപുട്ട് വിതരണത്തിലേക്ക് പ്ലഗ് ചെയ്യുക. സ്റ്റെപ്പ് 3. വൈദ്യുതി വിതരണം ഓണാക്കുക. സ്റ്റെപ്പ് 4. UPSൽ പവർ കോഡ് ബന്ധിപ്പിച്ചിരിക്കുന്ന ടെർമിനലിൽ ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള ഇൻപുട്ട് AC ഇൻപുട്ട് സപ്ലൈ അളക്കുക. മൾട്ടിമീറ്ററിൽ അതേ ഇൻപുട്ട് AC വോൾട്ടേജ് റീഡിംഗ് കാണിച്ചു എന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5. UPSനുള്ളിലെ ട്രാൻസ്ഫോർമർ തിരിച്ചറിയുക. മൾട്ടിമീറ്റർ ഓണാക്കി AC വോൾട്ടേജ് അളക്കാൻ സജ്ജമാക്കുക. സ്റ്റെപ്പ് 6. ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട് ടെർമിനലുകൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 7. ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് മൾട്ടിമീറ്റർ ലീഡുകൾ ബന്ധിപ്പിക്കുക. മിക്കവാറും ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഡൌൺ ആണ്. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചളക്കുന്ന ഇൻപുട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജുകൾ താരതമ്യം ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോർമർ ടൈപ്പ് ഉറപ്പാക്കുക. ടാസ്ക് 3. ബാറ്ററി റെക്ടിഫയർ സർക്യൂട്ടുകളിലെ വോൾട്ടേജുകളുടെ അളവ്. സ്റ്റെപ്പ് 1. ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന UPSലെ ബാറ്ററി ടെർമിനലുകൾ തിരിച്ചറിയുക. ഈ ടെർമിനലുകൾ സാധാരണയായി UPS ഹൌസിംഗിൽ സ്ഥിതി ചെയ്യുന്നു. അവ പോസിറ്റീവ് എന്നും അല്ലെങ്കിൽ നെഗറ്റീവ് എന്നും ലേബൽ ചെയ്യും. സ്റ്റെപ്പ് 2. മൾട്ടിമീറ്റർ ഓണാക്കി DC വോൾട്ടേജ് അളക്കാൻ സജ്ജമാക്കുക. സ്റ്റെപ്പ് 3. മൾട്ടിമീറ്റർ പ്രോബുകളെ ബാറ്ററി ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. പോസിറ്റീവ് പ്രോബ് പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് പ്രോബ് നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. UPSലെ റെക്ടിഫയറുകൾ AC സോഴ്സിനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ DC ഉപയോഗിച്ചാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഇൻവെർട്ടർ പവർ ചെയ്യുന്നതും.
സ്റ്റെപ്പ് 5 റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകൾ തിരിച്ചറിയുക. സാധാരണയായി ഒരു UPS റെക്ടിഫയർ സർക്യൂട്ടിൽ ACയെ DCയിലേക്ക് മാറ്റുന്നതിന് ഉത്തരവാദികളായ ഡയോഡുകളോ ബ്രിഡ്ജ് റെക്ടിഫയറുകളോ നിങ്ങൾ പലപ്പോഴും കണ്ടെത്തും. സ്റ്റെപ്പ് 6 DC വോൾട്ടേജ് അളക്കാൻ നിങ്ങളുടെ മൾട്ടിമീറ്റർ സജ്ജമാക്കുക. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് മൾട്ടിമീറ്റർ പ്രോബുകൾ ബന്ധിപ്പിക്കുക. പോസിറ്റീവ് പ്രോബ് പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് പ്രോബ് ഔട്ട്പുട്ടിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 7 ടാബുലേഷനിലെ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. സീരിയൽ നമ്പർ 1 നെയിം ഓഫ് ദ ടെസ്റ്റ് പോയിന്റ്, AC ഇൻപുട്ട് സപ്ലൈ, വോൾട്ടേജ്, റിമാർക്സ്. നമ്പർ 2 ട്രാൻസ്ഫോർമർ സെക്കൻഡറി. നമ്പർ 3 rectifier output. Number 4 battery voltage. Number 5 UPS output. ടാസ്ക് 4 UPS ഔട്ട്പുട്ടിലെ വോൾട്ടേജുകൾ അളക്കുക. സ്റ്റെപ്പ് 1 നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ മറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളിലേക്കോ വൈദ്യുതി വിതരണം ചെയ്യുന്ന UPSന്റെ ഔട്ട്പുട്ട് ടെർമിനലുകൾ തിരിച്ചറിയുക. UPSന്റെ പിൻ പാനലിൽ 3 പിൻ സോക്കറ്റായാണ് അവ കാണാറുള്ളത്. സ്റ്റെപ്പ് 2 AC വോൾട്ടേജ് അളക്കാൻ നിങ്ങളുടെ മൾട്ടിമീറ്റർ സജ്ജമാക്കുക. സ്റ്റെപ്പ് 3 സോക്കറ്റിന്റെ ഓപ്പണിംഗിൽ പ്രോബുകൾ കണക്ട് ചെയ്യുക. കറുത്ത പ്രോബ് ന്യൂട്രൽ, സാധാരണയായി വലിയ സ്ലോട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ സ്പർശിക്കണം. അതേസമയം ചുവന്ന പ്രോബ് ലൈവ് ഹോട്ട് ടെർമിനലിൽ സ്പർശിക്കണം. സ്റ്റെപ്പ് 4 മൾട്ടിമീറ്ററിന്റെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ടാബുലേഷനിലെ വോൾട്ടേജ് ശ്രദ്ധിക്കുക. ഈ റീഡിംഗ് UPSന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുന്നു. സ്റ്റെപ്പ് 5 അതുപോലെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഫേസും ന്യൂട്രലും എർത്തും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് അളക്കുക. മറ്റ് ഔട്ട്പുട്ട് സോക്കറ്റുകളിലെ വോൾട്ടേജ് മൂല്യങ്ങൾ അളക്കുക. റീക്യാപ്പ്: UPSന്റെ വിവിധ ടെസ്റ്റ് പോയിന്റുകളിലെ വോൾട്ടേജ് എങ്ങനെ അളക്കാമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്.